ഹായ് വെൽക്കം ടു എച്ചിപ്പോട്ട്. എല്ലാവർക്കും മക്കളെ എച്ചിപ്പോട്ടിലേക്ക് സ്വാഗതം. മനെ യെസ്, ഈ ലാലേട്ടൻ്റെ ഈ പരസ്യം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഏത് കമ്പനിയുടെ എന്തിൻ്റെ പരസ്യമാണ്? ഈ പരസ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ടോ എന്ന്? ഈ പരസ്യത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പരസ്യ വാചകമുണ്ട്. എന്താണ് അത്? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടുന്നു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്കൻഡ് ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇൻ സെർച്ച് ഓഫ് സൗത്ത് ഓഫ് വിൻഡിലെ കാറ്റിൻ്റെ ഉറവിടം തേടി നിന്നുള്ള ഈ സെക്കൻഡ് ചാപ്റ്ററിന് ഒരുപാട് തവണ നിങ്ങൾ ഓണം എക്സാമിന് പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലാലേട്ടൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 3 കാര്യങ്ങളാണ് നമുക്കറിയാം. വേരിയേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ, അന്തരീക്ഷ മർദ്ദത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണം 3 ആളുകളാണ്. അതാരൊക്കെയാണ്? അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് എന്ത് ചെയ്യാറ്, എക്സാമിന് ചോദിക്കാറ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഒരൊറ്റ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്കൂളിൽ മിഡ് ടൈം എക്സാം കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് മിഡ് ടൈം എക്സാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടിയ മാർക്ക് എത്രയാണ്? ആ മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാരീസ് വിത്ത് 3 തിങ്സ് അല്ലേ. അന്തരീക്ഷ മർദ്ദം 3 കാര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഒന്നാമത് എന്താണ്? വിത്ത് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദം മാറുന്നുണ്ടല്ലേ. അപ്പം ലാലേട്ടൻ പറഞ്ഞ എന്താ? ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്ന ലാലേട്ടൻ പറഞ്ഞല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് അല്ലേ. ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം എന്താ ചെയ്യുക? ഇവിടെ കുറയാണ് ചെയ്യുക. അതാണ് ലാലേട്ടനും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദവുമായിട്ടുള്ള ബന്ധം കേട്ടോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി, അതായത് ഉയരവും താപവും ആർദ്രതയും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇത് 3 എഴുതേണ്ടത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പഠിച്ചു വെച്ചു. അതായത് ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ എമൗണ്ട് കുറയും, അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ അളവ് കുറയും. എന്ന് വെച്ചാൽ ഫോർ ഈച്ച് 10 മീറ്റർ ഓഫ് ഹൈറ്റ് ദർ ഇസ് എ ഡിക്രീസ് ഓഫ് 1 millibar ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. ഓരോ 10 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും 1 millibar വെച്ചിട്ട് എന്ത് കുറയുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട് കേട്ടോ. ഫോർ ഈച്ച് 10 മീറ്റർ ഓഫ് ഹൈറ്റ്, ഓരോ 10 മീറ്റർ ഹൈറ്റിലേക്ക് പോകും തോറും 1 millibar അഥവാ 1 millibar വെച്ചിട്ട് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. എന്താടാ അതായത് ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. ദ പ്രഷർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 millibar പെർ ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 10 meters അല്ലെ. ഏകദേശം 10 മീറ്റർ ഹൈറ്റിലേക്ക് പോകും തോറും 1 millibar വെച്ചിട്ടാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. അതിനുള്ള കാരണം എന്താ? ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് എയർ ഡിക്രീസസ് അല്ലെ. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറാണ്. താപവും അന്തരീക്ഷ മർദ്ദവുമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? അതായത് എക്സ്പാൻസസ് വെൻ തിങ് ഗെറ്റ് ഹീറ്റഡ് അല്ലേ. ഏതൊരു സാധനവും ചൂടാകും, എന്ത് ചെയ്യും? വികസിക്കും. ചൂടാകും, എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു അല്ലേ. ഇത് നമ്മുടെ എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള എയർ ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കണം, ഇതെന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ആണ്. ഈ മഞ്ഞ കളറിൽ കാണിച്ചൊക്കെ എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവാണ്. അപ്പോൾ ഈ വായുവിൻ്റെ ടെമ്പറേച്ചർ, അതായത് വായുവിൻ്റെ താപം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? വായുവിൻ്റെ ടെമ്പറേച്ചർ അഥവാ വായുവിൻ്റെ താപം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ പാർട്ടിക്കിൾസ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു കണികകളൊക്കെ എന്ത് ചെയ്യും? വികസിച്ച് മുകളിലേക്ക് വരും കേട്ടോ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താ സംഭവിക്കുക? താപം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറയും. ഈ താപം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം കുറയാനുള്ള കാരണം എന്താണ് മക്കളെ? അതിനുള്ള കാരണമാണ് ഇവിടെ കാണിച്ചു കേട്ടോ. അതായത് എന്താണ്? ടെമ്പറേച്ചർ അഥവാ താപം കൂടുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിലുള്ള വായു കണികകളൊക്കെ വികസിച്ച് എന്ത് ചെയ്യും? പല ഭാഗങ്ങളിലേക്ക് പോകും. ശ്രദ്ധിക്കണം, എന്താണ്? ടെമ്പറേച്ചർ അഥവാ താപം കൂടുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എയർ മോളിക്യൂൾസ് അഥവാ വായു കണികകളൊക്കെ വികസിച്ച് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും അല്ലേ. ടെമ്പറേച്ചർ കുറയുമ്പോൾ, താപം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഈ മുകളിലേക്ക് പോയ വായു കണികളൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു വരികയും ചെയ്യും അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ പാർട്ടിക്കിൾസ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായു കണികകൾ പല ഭാഗത്തേക്ക് ഇങ്ങനെ വികസിച്ചു പോകും. ടെമ്പറേച്ചർ കുറയുമ്പോൾ, ചൂട് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊക്കെ തിരിച്ച് എങ്ങോട്ടേക്ക് ഇതിന് വരും? ഇവിടേക്ക് തന്നെ വരും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വായു കണികകളുടെ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ അളവ് കുറയുന്നു. എന്ന് വെച്ചാൽ എന്ത് കുറയുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഡേയിലാണോ നൈറ്റിലാണോ ഹൈ പ്രഷർ ഉണ്ടാവുക, ലോ പ്രഷർ ഉണ്ടാവുക? രാത്രിയാണോ പകലാണോ മർദ്ദം കൂടുക അല്ലെങ്കിൽ മർദ്ദം കുറയുക? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. രാത്രി
രാത്രിയാണോ പകലാണോ മർദ്ദം കൂടുന്നത് കുറയുന്നത്? ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ഫാക്ടർ, അപ്പോൾ ഈ രണ്ടാമത്തെ ഫാക്ടറിൽ ഈ പോയിന്റ്സ് ഒക്കെ എവിടെയുണ്ട്, ഇതൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ലൈവിൻ്റെ നോട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. മൂന്നാമത്താണ് എന്ത്, ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും. എന്താണ് ആർദ്രത എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ വേപ്പേഴ്സ്, ജലകണികകളുടെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത അല്ലേ. ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പേഴ്സ് ദാറ്റ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലകണികകളുടെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ്, ഈ മഞ്ഞ കളറിൽ കാണിച്ചൊക്കെ എയർ മോളിക്യൂൾസ് അഥവാ വായുകണികകളാണ്. ഈ നീല കളറിൽ കാണിച്ചൊക്കെ എന്താണ്, നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് അഥവാ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രതയാണ്. ഇപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പേഴ്സിന് എമൗണ്ട് കൂടുകയാണ്, ജലകണികകളുടെ അളവ് കൂടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ശക്തി കൂടിയ ആളുകളാണ്. ഡെൻസിറ്റി വേരിയേഷൻ, സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ആളുകളാണ് ആര്, ഈ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ശക്തി കൂടുന്നതിന് ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ശക്തി കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള എയർ മോളിക്യൂൾസിനൊക്കെ ഇവിടുന്ന് തള്ളി മാറ്റുന്നു. ശ്രദ്ധിക്കണം, ശക്തി കൂടുന്നതിന് ഫലമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള എയർ മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യാണ്, ഇവർ തള്ളി മാറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ബെഞ്ചിൽ 4 ആൾക്കാർ ഇരിക്കുന്നത്, നിങ്ങളുടെ ബെഞ്ചിൽ 4 ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമുള്ളൂ. ഞാനൊക്കെ കുറച്ച് ശക്തിയുള്ള ആളല്ലേ, ഞാനൊക്കെ വന്ന് നിങ്ങളുടെ ബെഞ്ചിലിരുന്ന് എന്താ സംഭവിക്കുക, നിങ്ങളിങ്ങനെ തിങ്ങി നിരങ്ങി നീക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ സ്ഥലം പിടിക്കും. എന്ന് വെച്ചാൽ എന്നെപ്പോലെ അത്യാവശ്യം ശക്തിയുള്ള 2-3 ആൾക്കാർ വന്നാൽ നിങ്ങളെ സ്ഥാനം ബെഞ്ചിൽ നിന്ന് ഔട്ടാവും. അതന്നെ എവിടെയും സംഭവിക്കുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓൾറെഡി എയർ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. ആ എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വായു കണികകളിലേക്ക് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലകണികകൾ വരുമ്പോൾ ഈ ജലകണികകൾ ഡെൻസിറ്റി വേരിയേഷൻ കാരണം അവരെന്ത് ചെയ്യും, അവിടെയുള്ള എയർ മോളിക്യൂൾസ് അഥവാ വായു കണികകൾ എന്ത് ചെയ്യും, ഈ വാട്ടർ മോളിക്യൂൾസ് അഥവാ ജലകണികൾ തള്ളി അവിടെ നിന്ന് മാറ്റും. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ, ഇതിപ്പോൾ ഒരു യൂണിറ്റ് വോളിയാണ്, ഇവിടെ ജലകണികകൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവില്ല, എയർ മോളിക്യൂൾസ് അഥവാ എന്തുണ്ടാവില്ല, വായു കണികകൾ ഉണ്ടാവില്ല. അതായത് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്ത് കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ ഇറ്റ്സ് എ സെൻസ് ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ ദെൻ നാച്ചുറലി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി ലെസ്. അതായത് നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്, അതുകൊണ്ട് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അവിടെ മർദ്ദം കുറവായിരിക്കും. നീരാവി എന്ന് വെച്ചാൽ ജലകണികളുടെ അളവ് കൂടുമ്പോൾ അവിടെ എന്ത് കുറയും, അതായത് ജലകണികൾ ശക്തരാ, അവരെന്ത് ചെയ്യും, അവിടെയുള്ള വായു കണികൾ അതായത് എയർ മോളിക്യൂൾസ് മൊത്തം എന്ത് ചെയ്യും, തള്ളി മാറ്റിയിട്ട് ഇവിടുത്തെ ആധിപത്യം സ്ഥാപിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത കൂടുമ്പോൾ എന്ത് കുറയും, യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം കുറയും. എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഉയരവും താപവും ആർദ്രതയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദവുമായിട്ട് എന്ത് അനുപാതത്തിലാടാ, വിപരീത അനുപാതത്തിലാണ്. ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ, ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇത് മൂന്നും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദവുമായിട്ട് എന്ത് അനുപാതത്തിലാണ്, വിപരീത അനുപാതത്തിലാണ്. അതായത് ഇത് മൂന്നും കൂടുമ്പോൾ അത് കുറയും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ആര് കൂടുമ്പോൾ, ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുമ്പോൾ ആര് കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 ഹോംവർക്ക് തരാം, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഒന്നാമത്തെ എന്താ, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഇത്, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. മെൻഷൻ ദ യൂണിറ്റ് ഫോർ റെപ്രസെന്റിങ് അറ്റ്മോസ്ഫിയർ പ്രഷർ, അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റുകൾ ഏതൊക്കെ. ഈ 2 ക്വസ്റ്റിനെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ഇന്ന് രാത്രി കൃത്യം 7:30 എന്തുണ്ട്, ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്ന ലൈവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് 7:30 ലൈവിലേക്ക് എത്തുക. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എജുപോളിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാതിരിക്കും. ബൈ.